ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിൾ ഫൈവ് ടാരോട്ട് ഡിലൈറ്റ്ഫുൾ സോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പേഴ്സണൽ റീഡിങ്ങിൻ്റെ വാട്സപ്പ് നമ്പർ സ്ക്രീനിൽ കാണിക്കുന്നതാണ്. അപ്പോൾ ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി. പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. റീഡിംഗ് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ റീഡിംഗ് മുഴുവനുമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. ഏതാനും ചില തിരക്കുകൾ കാരണമാണ് വീഡിയോസ് ഇടാതിരുന്നത്. കുറച്ച് തിരക്കിലായിപ്പോയി, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഈ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ? ഈ ഒരു റീഡിംഗ് ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു റീഡിംഗ് കാണാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സണായിട്ട് നിങ്ങൾ നോ കോണ്ടാക്റ്റ് ആയിരിക്കാം, ബ്രേക്കപ്പ് ആയിരിക്കാം, ഏത് സാഹചര്യത്തിലായിക്കോട്ടെ. പക്ഷേ എന്താ പറയുക, നിങ്ങൾ സത്യത്തിൽ ഈ ഒരു പേഴ്സണെ മനസ്സിൽ വിചാരിച്ചിട്ട് വേണം ഈ റീഡിംഗ് കാണാനായിട്ട്. അത് പോസിറ്റീവായിട്ട് തന്നെ വിചാരിച്ചോ. ഇപ്പം നിങ്ങളുടെ പേഴ്സണായിട്ട് പ്രശ്നത്തിലൂടെയൊക്കെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ പോലും നെഗറ്റീവായിട്ട് ചിന്തിക്കേണ്ട, പോസിറ്റീവായിട്ട് തന്നെ ചിന്തിച്ചിട്ട് ഈ റീഡിംഗ് കണ്ടോളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് എനർജി, യഥാർത്ഥത്തിൽ ഈ വ്യക്തി സത്യത്തിൽ നിങ്ങളെ സ്വന്തമാക്കുവാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ നോക്കിയിട്ടുള്ളത്. ബിൽഡിംഗ് ബ്ലോക്സ് ആണ്. അതായത് സത്യത്തിൽ ഈ പേഴ്സൺ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഉയർത്തിപ്പിടിക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ നമുക്കത് പല രീതിയിൽ എടുക്കാനായിട്ട് പറ്റും. പല രീതിയിൽ എടുക്കുക എന്ന് പറയുമ്പോൾ ഇപ്പോൾ നിങ്ങളും ഈ പേഴ്സണും തമ്മിൽ വളരെ മനോഹരമായിട്ട് മുന്നോട്ട് പോകാം എന്ന് വിചാരിക്കുമ്പോൾ അവിടെ പലതരത്തിലുള്ള തടസ്സങ്ങൾ വന്ന് ചേരുന്നുണ്ടാകാം. തേർഡ് പാർട്ടിയുടെ ശല്യങ്ങൾ വന്ന് ചേരുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് നിങ്ങളുമായിട്ട് എങ്ങോട്ടെങ്കിലും മാറി താമസിക്കണമെന്ന് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സാഹചര്യത്തിലേക്ക് പോകണമെന്ന് ഈ പേഴ്സൺ താല്പര്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പൊ സപ്പോസ് നിങ്ങൾ രണ്ടുപേരും എന്താ പറയുക, ലവേഴ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, എന്തു ആയിക്കോട്ടെ, ഏത് വ്യക്തികൾ ആണെങ്കിൽ പോലും നിങ്ങൾ രണ്ടുപേരും സേഫായിട്ട് നിൽക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതായത് നിങ്ങളുമായിട്ട് വേറെ എവിടേക്കെങ്കിലും പോയി താമസിക്കാനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറി താമസിക്കാനോ അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിലേക്ക് മാറിപ്പോകാനോ ആണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പ് പ്രൊട്ടക്റ്റ് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ നമുക്ക് ലഭിച്ചിട്ടുള്ളത് അത്യാവശ്യം പോസിറ്റീവായിട്ടുള്ള ഒരു കാർഡ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് മുന്നോട്ട് നോക്കാം എന്താണെന്നുള്ളത്. യെസ്, പുഷ് ത്രൂ എനി ഇൻസെക്യൂരിറ്റി എന്നാണ്. ഫസ്റ്റ് ക്വാർട്ടർ മൂൺ ഇൻ ക്യാൻസർ ആണ്. അപ്പോൾ വാട്ടർ സൈൻ ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ചന്ദ്രന്റെ ആദ്യ പാദത്തെയാണ് സൂചിപ്പിക്കുന്നത്. വാട്ടർ സൈൻ ആണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പേഴ്സണെ വല്ലാണ്ട് സങ്കടപ്പെടുത്തുകയും അസ്വസ്ഥതപ്പെടുത്തുകയും ചെയ്യുന്ന തരത്തിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഈ പേഴ്സണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഈ വ്യക്തി നന്നായി തന്നെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഓക്കെ, അതായത് ഇപ്പൊ നിങ്ങളുമായിട്ട് ഒരുമിച്ച് ജീവിക്കാം എന്ന് വിചാരിക്കുമ്പോൾ അതിനെ തടസ്സപ്പെടുത്തുന്നവർ ഉണ്ടാകാം. നിങ്ങളുമായിട്ട് ഒരുമിച്ച് പോകാം എന്ന് വിചാരിക്കുന്ന സമയത്ത് നിങ്ങളുടെ അടുത്ത് നിന്നും ഈ വ്യക്തിയെ മാറ്റി വെച്ചുകൊണ്ട്, അതായത് ദൂരേക്ക് മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ രണ്ടു പേർക്കും ഇടയിൽ നല്ല രീതിയിൽ എന്താ പറയാ, നല്ല രീതിയിൽ ഒരു അകൽച്ച ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുന്ന വ്യക്തികൾ ഇവിടെ ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഒരു ഇൻസെക്യൂരിറ്റി, നമുക്കതിനെ ഇൻസെക്യൂരിറ്റി എന്ന് പറയാം അല്ലേ? നമുക്കതിന് ഇൻസെക്യൂരിറ്റി എന്ന് പറയാം. കാരണം നമ്മളെ എന്താ പറയാ, നമ്മളെ കൂടുതൽ അസ്വസ്ഥമാക്കുകയും അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ വിഷമത്തിലാക്കുകയും ചെയ്യുന്ന വ്യക്തികളെയോ സാഹചര്യങ്ങളെയോ നമുക്ക് ഇൻസെക്യൂരിറ്റി എന്ന് പറയാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ ഈ വ്യക്തിക്കുണ്ട് എന്ന് തന്നെയാണ് കാണിക്കുന്നത്. ആ ഒരു കാര്യത്തെ മാറ്റിയെടുക്കാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അത് ചിലപ്പോൾ ഏതെങ്കിലും വ്യക്തികളായിരിക്കാം, ഏതെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം, ഏതെങ്കിലും തീരുമാനങ്ങളായിരിക്കാം, അങ്ങനെ എന്ത് വേണമെങ്കിലും ആകാം.
ഓക്കെ. അപ്പൊ അതുകൊണ്ട് ആ ഒരു ഇൻസെക്യൂരിറ്റി പുഷ് ഔട്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പറയാതിരിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് അത് തേർഡ് പാർട്ടി ആയിരിക്കാം, സാഹചര്യങ്ങളായിരിക്കാം, എന്തും ആയിക്കോട്ടെ, അത് പുഷ് ഔട്ട് ചെയ്യാനാണ് ഈ പേഴ്സൺ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഓൾസോ ദ തിങ്കിങ് മാൻ ആണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തി എന്ന് പറയുന്നത് പുരുഷന്മാരാണ്. അതിപ്പോ നിങ്ങളായിക്കോട്ടെ, ഇപ്പൊ നിങ്ങൾ ഒരു പക്ഷെ പുരുഷനായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന നിങ്ങളുടെ പേഴ്സൺ ഒരു ബോയ് ആയിരിക്കാം. സോ നന്നായി തന്നെ എന്താ പറയാ, തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് നമുക്കിവിടെ പറയാതിരിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. അപ്പം നന്നായി തന്നെ എന്താ പറയാ, ചിന്തിക്കുന്നുണ്ട്, നന്നായി തന്നെ നിങ്ങളെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ സൗന്ദര്യമായി ആയിക്കോട്ടെ, നിങ്ങളുടെ സ്വഭാവമായിരിക്കോട്ടെ, നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ആയിക്കോട്ടെ, എല്ലാത്തിനെ കുറിച്ചും ഈ വ്യക്തി വളരെ പോസിറ്റീവായിട്ടാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് കാണാൻ സാധിക്കും ഈ ഒരു പുരുഷന്റെ കയ്യിൽ വളരെ തിളങ്ങുന്ന ഒരു കാര്യമാണ് കയ്യിലിരിക്കുന്നത്. അത് ഡയമണ്ട് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, പക്ഷെ അത് നന്നായി വെട്ടിത്തിളങ്ങുന്നുണ്ട്. അതിന്റെ സൗന്ദര്യം നോക്കി നിൽക്കുകയാണ് ഈ പുരുഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്ന് പറയുന്നത് പോലെ ഈ പേഴ്സൺ ഒരുപക്ഷെ നിങ്ങൾ ഒരുപാട് അകന്നായിരിക്കാം ഈ വ്യക്തിയിൽ നിന്നും നിൽക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഒരുപാട് അകന്നു പോയപ്പോഴായിരിക്കാം ഈ വ്യക്തി നിങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ സൗന്ദര്യം എന്തായിരുന്നു, നിങ്ങളുടെ സ്വഭാവം എത്രത്തോളം മനോഹരമുള്ളതായിരുന്നു, നിങ്ങളുടെ സംസാരം എത്രത്തോളം മനോഹരമായിരുന്നു എന്നൊക്കെ ഈ പേഴ്സൺ തിരിച്ചറിയുന്നത്. അതുപോലെ തന്നെ ഫ്രീഡം ആണ്. യെസ്, ഈ പേഴ്സണെ മറ്റാരൊക്കെയോ തളച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഇവിടെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ആരൊക്കെയോ ഈ പേഴ്സണെ തളച്ചിടുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ ഈ പേഴ്സണെ മാറ്റി വെക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പേഴ്സണെ മാറ്റി നിങ്ങളുടെ അടുത്ത് നിന്ന് മാറ്റി വെക്കാൻ ശ്രമിക്കുന്നുണ്ട്. അല്ലെങ്കിൽ എന്താ പറയാ, സ്വതന്ത്രമായിട്ട് നിങ്ങളുടെ അടുത്ത് പെരുമാറാം എന്ന് വിചാരിക്കുമ്പോൾ എന്താ പറയാ, ഈ പേഴ്സണെ തടയുന്നുണ്ട്, തടസ്സപ്പെടുത്തുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഈ പേഴ്സന്റെ സ്വന്തം അച്ഛനും അമ്മയും തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ സഹോദരങ്ങളായിരിക്കാം, ഫ്രണ്ട്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പേഴ്സണോട് ഇഷ്ടമുള്ള മറ്റേതെങ്കിലും വ്യക്തിയായിരിക്കാം, കൊളീഗ്സ് ആയിരിക്കാം, എന്നിങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്കിവിടെ കാണാൻ കഴിയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ആ ഒരു സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് ഈ പേഴ്സൺ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു കാര്യമാണ്. നടപ്പിലാക്കും, ഞാനത് എന്തായാലും ആ ഒരു സ്വാതന്ത്ര്യം നടപ്പിലാക്കും, ആ സ്വാതന്ത്ര്യം എനിക്ക് വേണം, ഞാൻ അർഹിക്കപ്പെടുന്നുണ്ട്, ഞാൻ അർഹിക്കപ്പെട്ട വ്യക്തിയാണ് എന്ന് തന്നെയാണ് ഈ പേഴ്സൺ ആഗ്രഹിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു സ്വാതന്ത്ര്യമാണ്. ദെൻ ഈ പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, അല്ലെങ്കിൽ ഈ റിലേഷൻഷിപ്പിനോടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കാം. യെസ്, ദ വാരിയർ ആണ് കാണിക്കുന്നത്. കാരണം ഒരു പട നയിക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ തൻ്റെ രാജ്യത്തിന് വേണ്ടി, അല്ലെങ്കിൽ താൻ നല്ല രീതിയിൽ സ്നേഹിക്കുകയും കാത്തു രക്ഷിക്കുകയും ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെ കാത്തു സൂക്ഷിക്കാൻ, അത് പ്രണയം ആയിക്കോട്ടെ, വ്യക്തി ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, അതിനെ കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടിയിട്ട് താൻ ഏതറ്റം വരെയും പോകുന്ന ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടർ ആയിട്ടാണ് ഈ പേഴ്സൺ ഇപ്പോൾ നിൽക്കുന്നത്. കാരണം നമുക്ക് ലഭിച്ചിരിക്കുന്ന കാർഡ് എന്ന് പറയുന്നത് വാരിയർ ആണ്. വാരിയർ എന്ന് പറയുന്നത് ഉറപ്പായിട്ടും എന്താ പറയാ, ഒരു ഒരു പടയാളിയാണ്, അല്ലെങ്കിൽ ഇപ്പൊ സ്വന്തം രാജ്യത്തിന് വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുന്നവരെ നമുക്ക് വാരിയേഴ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ ആ വാരിയർ എനർജിയിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം എന്തൊക്കെ പോരായ്മകൾ ഉണ്ടെങ്കിലും, എന്തൊക്കെ ഉണ്ടെങ്കിലും, ഞാൻ എൻ്റെ പ്രണയത്തെ കാത്തു സൂക്ഷിക്കാൻ ഞാൻ ഏതറ്റം വരെയും പോകും എന്നുള്ള, ഏതറ്റം വരെയും ഞാൻ യുദ്ധം ചെയ്യും എന്നുള്ളൊരു മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്കിവിടെ. അപ്പോൾ ആ ഒരു മനോഭാവത്തിലാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. കാരണം നിങ്ങളുമായിട്ട് വേണമെങ്കിൽ കാര്യങ്ങൾ ശരിയായിക്കോട്ടെ, വേണമെങ്കിൽ മര്യാദക്ക് വന്നോട്ടെ, വേണമെങ്കിൽ എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് അല്ല ഈ പേഴ്സൺ ഉള്ളത്. ഈ പേഴ്സൺ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ പേഴ്സന്റെ ഭാഗത്ത് നിന്നും നല്ല രീതിയിൽ തന്നെ പ്രയത്നത്തോടു കൂടി ഈ ഒരു കാര്യം പെർഫെക്റ്റ് ആക്കി എടുക്കുക തന്നെ ചെയ്യും എന്നുള്ള ഒരു എന്താ പറയാ, ഒരു ചിന്താഗതിയിലാണ്, ആ മനോഭാവത്തോടെയാണ് ഈ പേഴ്സൺ നിൽക്കുന്നത്. ആൻഡ് ഓൾസോ ദ ഡീപ്പ് നോയിങ്, അതായത് ഈ റിലേഷൻഷിപ്പിനെ കുറിച്ചാണെങ്കിലും നിങ്ങളെ കുറിച്ചാണെങ്കിലും ഈ പേഴ്സൺ നന്നായി തന്നെ മനസ്സ് തുറന്ന് എന്താ പറയാ, മനസ്സ് തുറന്ന് മനസ്സിലാക്കാനായിട്ട്, അതായത് ഡീപ്പായിട്ട് മനസ്സിലാക്കാനായിട്ട് ഈ പേഴ്സൺ ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നിങ്ങളെ മാറിയിരുന്നു കൊണ്ട് നിങ്ങളെ ശ്രദ്ധിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് മറ്റുള്ള കൂട്ടുകാരോട് അന്വേഷിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഈ പേഴ്സൺ തന്നെ സ്വയം ഇരുന്നു കൊണ്ട് കാര്യങ്ങളെ അനലൈസ് ചെയ്യുന്നുണ്ടാകാം.
കാര്യങ്ങളെ സസൂക്ഷ്മം നിരീക്ഷിക്കുന്നുണ്ടാകാം. ഇപ്പോഴത്തെ സാഹചര്യം, നിങ്ങൾക്കിടയിൽ വന്നിരിക്കുന്ന ശത്രുക്കള്, എതിരായിട്ടുള്ള സാഹചര്യങ്ങൾ, അങ്ങനെ എന്തൊക്കെയാണോ അതെല്ലാം തന്നെ ഈ പേഴ്സൺ നല്ല രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതായിട്ടും അനലൈസ് ചെയ്യുന്നതായിട്ടുമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. അപ്പൊ ഡീപ്പ് നോയിങ് എന്ന് പറയുന്നത് വളരെ ഡീപ്പായിട്ട് ആഴത്തിൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്, കൂടുതൽ കൂടുതൽ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുമാണ് നമുക്കിവിടെ ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പർ, അത് ഈ വീഡിയോന്റെ തുടക്കത്തിൽ തന്നെ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറാണ് വാട്സപ്പ് നമ്പർ. ഈ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ചെയ്ത് കഴിഞ്ഞാൽ പേഴ്സണൽ റീഡിങ്ങിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അവിടെ അറിയിക്കുന്നതായിരിക്കും. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. സോ ബൈ.